ഗവൺമെന്റ് സേവാഭാരതി ഞങ്ങളോട് ഇത്ര പൈസ ചോദിച്ചു എന്ന് പറയണ്ടേ? ഇവർ പറയുന്നത് എന്താണെന്നറിയോ? ഇവരിപ്പോ പറയുന്നത് എയർ ലിഫ്റ്റിങ്ങിന് എയർഫോഴ്സ് പൈസ ചോദിക്കും. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, അതിപ്രാവശ്യം ചോദിക്കും. അപ്പൊ സേവാഭാരതി പൈസ ചോദിക്കും, മുസ്ലിം ലീഗ് പൈസ ചോദിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോഴും 10,000 രൂപയുള്ളൂ. അതിനാണ് 75,000. ഇതൊരു നാണം കെട്ട പരിപാടിയല്ലേ? ഞാൻ പറയട്ടെ, ഓരോ ദുരന്തവും കേരളത്തിലെ ഓരോ ദുരന്തവും പണം അടിച്ചു മാറ്റാനുള്ള ഏറ്റവും വലിയ അവസരമാക്കുകയാണ് ഈ സർക്കാർ. പ്രളയ ഫണ്ടിന്റെ നിങ്ങൾ കേൾക്കണം, പ്രളയ ഫണ്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് എറണാകുളത്ത് കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട് പരിഹാര സെല്ലിലെ CPM നേതാവ് വിഷ്ണു പ്രസാദിനും അൻവറിനും നിധിനുമെതിരായിട്ട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത്. 27 കോടി രൂപയാണ് കട്ടു എന്ന് പറയുന്നത്. ആ 27 കോടിയിൽ 10 കോടിയാണ് പോലീസ് പിടിച്ചെടുത്തത്. ബാക്കി 17 കോടി എവിടെ? 17 കോടി ഇതുവരെ പിടിച്ചെടുത്തിട്ടില്ല. കുറ്റപത്രം സമർപ്പിച്ചു, 17 കോടി കാണാനില്ല. എവിടെ പോയി? അന്നേ പറഞ്ഞു ഇത് ഉന്നത CPM-കാർക്ക് പോയി. 27 ലക്ഷമാണ് കേട്ടോ, സോറി കോടിയല്ല, 27 ലക്ഷം. അതിലെ 10 ലക്ഷമാണ് കണ്ടെത്തിയത്, 17 ലക്ഷം കണ്ടെത്തിയിട്ടില്ല. ഇത് ഇടതുപക്ഷം മാത്രമല്ല, വലതുപക്ഷത്തിനും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ ഈ പ്രളയ ഫണ്ടുമായി ബന്ധപ്പെട്ട് അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് പ്രളയമില്ലാതെ, പ്രളയം വരാത്ത, പ്രളയത്തിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത സ്ഥലത്ത്, കാക്കനാടിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു, അതൊരു പക്ഷെ ഷാജഹാന് പറയാൻ പറ്റും, ആ ഏരിയയിലേക്ക് പ്രളയ ഫണ്ട് കൊടുത്തു. യഥാർത്ഥത്തിൽ പ്രളയ ഫണ്ട് കിട്ടേണ്ടവർക്ക് കൊടുത്തിട്ടുമില്ല. അപ്പൊ എന്തുമാത്രം കള്ളത്തരവാ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ വയനാട്ടില് നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾക്കറിയായിരിക്കും, യൂത്ത് കോൺഗ്രസിന്റെ 3 പേരെ പുറത്താക്കിയിരിക്കുക. യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആളുകൾ അവിടെ ഈ തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് അവരെ പുറത്താക്കിയിരിക്കുകയാണ് ഇപ്പോ. അത് യൂത്ത് കോൺഗ്രസ് നേതാവ് ചൂരൽമലയിലെ ദുരിതാശ്വാസത്തിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് ചെയ്തിട്ടുള്ള തട്ടിപ്പില് ചേളന്നൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MA ഖാദർ, KSU നേതാവിനെയും സൂരജ് കരുവാട്ടൂർ അയാളെയും അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അവിടുത്തെ പ്രസിഡന്റിനെയും പുറത്താക്കിയിരിക്കുക. അപ്പൊ ഇവന്മാരൊക്കെ സേവനത്തിന്റെ പേര് പറയുക. എന്നിട്ട് ഇതിനെക്കാളൊക്കെ 100 ഭേദാട്ടോ മുസ്ലിം ലീഗ്. നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല, മുസ്ലിം യൂത്ത് ലീഗുകാര് അവരാണ് എന്താ വൈറ്റ് കാർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചൂരൽ അവിടെ ആ ദുരന്ത പ്രദേശത്ത് മുഴുവനും ഭക്ഷണം കൊടുത്ത അവരാണ്, എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത അവരാണ്, ചിക്കൻ കറിയും ബിരിയാണിയും ഒക്കെ കൊടുത്തത്. അവസാനം ഇവന്മാരിടപെട്ടത് നിർത്തിച്ചു. ഇപ്പോഴാ മനസ്സിലായി നിർത്തിച്ചെന്തിനാണ്? ഈ തട്ടിപ്പിന്, ഈ കള്ളക്കണക്കെഴുതാനാ ജനങ്ങൾ രംഗത്ത് വന്നു. അത് കള്ളക്കണക്കെഴുതാൻ വേണ്ടിയാ. ഈ പാവപ്പെട്ട ആളുകൾ നടന്ന് മല കയറി അവിടെ പോയി സെർച്ച് ചെയ്ത് മൃതദേഹങ്ങൾ കൊണ്ടുവന്നു. അതിന് ഇവന്മാർ പണം എഴുതി വെച്ചിരിക്കുക. ഇത്ര വൃത്തികെട്ട മരണത്തെ പോലും, ദുരന്തത്തെ പോലും ശവം നോക്കി, ശവം കാണിച്ച് പണം മേടിക്കുന്ന നാണം കെട്ട സർക്കാർ, അതാണ് പിണറായി വിജയന്റെ സർക്കാർ. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെന്ന്, ഇതിപ്പോ ഹൈക്കോടതിയിൽ നിന്ന് വെളി വന്നുകൊണ്ടല്ലേ നമ്മൾ അറിഞ്ഞത്? ഇല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ എന്താ പറയാ? 1600 കോടി ചോദിച്ചു, കേന്ദ്രം കൊടുത്തത് 250 കോടിയാ. 1600 ചോദിച്ച് 250 കൊടുത്താൽ എങ്ങനെയാ ശരിയാവും ഗോപാലകൃഷ്ണ എന്നാണ് ഇവർ ചോദിക്കുക. ഇതാണ് BJP സർക്കാർ, കിട്ടിയില്ല ഏതാ ഇവർ പറയാൻ പോണേ. അപ്പൊ കേന്ദ്രത്തെ പറ്റിക്കുക. ഇനി ഇവന്മാരുടെ കള്ളക്കണക്കൊക്കെ മൊത്തം എഴുതിയാൽ, ഞാൻ കൂട്ടിയപ്പോ 300 കോടിയാ വന്നേ മൊത്തം. ഇവന്മാരുടെ കള്ളക്കണക്ക് മൊത്തം എഴുതിയപ്പോ 300 കോടിയാ. അപ്പൊ വാസ്തവത്തിൽ കേന്ദ്രത്തെ പറ്റിക്കുക, ജനങ്ങളെ പറ്റിക്കുക, നാട്ടുകാരെ പറ്റിക്കുക, ആ പാവപ്പെട്ട വികസനത്തിന്, ആ പാവപ്പെട്ട വയനാട്ടിലേക്ക് കിട്ടേണ്ട പൈസ ശവസംസ്കാരത്തിന്റെ പേരിൽ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ, ഈ ശബന്തീനി മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയുടെ ഈ വൃത്തികെട്ട സമീപനത്തെ അതിശക്തമായി എതിർക്കണം, അതിശക്തമായി പ്രതികരിക്കണം. നിർഭാഗ്യവശാൽ, ഞാൻ ഷാജഹാൻ അടക്കം പറയുക, നിർഭാഗ്യവശാൽ കേരളത്തിലെ ഇന്നത്തെ സമൂഹം വന്ധീകരിക്കപ്പെട്ട, പ്രതികരണശേഷി നഷ്ടപ്പെട്ട, പ്രതികരണത്തിന് വന്ധീകരിക്കപ്പെട്ട ഒരു സമൂഹമാണ് എന്ന് CPM മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് തോന്നിവാസം ചെയ്താലും, പ്രളയത്തിലെ പൈസ മുക്കിയാലും,
പ്രളയത്തിലെ ഫണ്ട് അടിച്ചു മാറ്റിയാലും ആരും ഒന്നും ചോദിക്കില്ല എന്ന ചിന്തയാണ് ഈ വന്ധീകരണ സമൂഹത്തെ പ്രതികരണശേഷിയുള്ള സമൂഹമാക്കി മാറ്റണം. അതാണിന്ന് വേണ്ടത്, അനിവാര്യമായിട്ടുള്ളത്. ഈ നാണം കെട്ട ഭരണകൂടത്തിനെതിരായ പോരാട്ടമാണ് വേണ്ടത്. യെസ്, ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും പറഞ്ഞത് കറക്റ്റാണ്. വന്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരക്ഷരം മിണ്ടുന്നില്ല, പ്രതികരിക്കുന്നില്ല. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, മൃതദേഹം സംസ്കരിച്ചതിന് ശരാശരി 75,000 രൂപ. അത് ആക്ച്വൽസ് എന്ന അക്കൗണ്ട് ഹെഡിലാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ എസ്റ്റിമേറ്റ് എന്താണ്, ആക്ച്വൽസ് എന്താണ് എന്ന് ഷാജഹാൻ വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും തുക ഈ മൃതദേഹ സംസ്കാരത്തിന് ഇത്രയും തുക ചെലവിനത്തിൽ മാറ്റിയിട്ടുണ്ട് എന്നല്ല മനസ്സിലാക്കേണ്ടത്. കാരണം ആക്ച്വൽസ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല സേവാഭാരതിയാണ്, എനിക്കറിയാം, ഞാനവിടെ നിന്നാണ്, കരഞ്ഞുകൊണ്ട് നിന്നാണ് അവിടെ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചത് അവിടെ. അപ്പോൾ ഇവരൊക്കെ പൈസ ചോദിച്ചു എന്നാണോ? ഒരു ബോഡിക്ക് 75,000 രൂപ വെച്ച് പൈസ ചോദിച്ചതെന്നാണോ? സർക്കാരിൻ്റെ പ്രതീതികളൊന്നും അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. അവിടെ കൂട്ടസംസ്കാരം നടന്ന സമയത്താണ് സർക്കാരിൻ്റെ 1-2 പ്രതികൾ അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പം നോക്കൂ, ഇത് കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞ് കബളിപ്പിക്കുകയല്ലേ, വഞ്ചിക്കുകയല്ലേ, കൊള്ള നടത്തുകയാണ്, അതും ദുരന്തത്തിൻ്റെ മറവിൽ. എന്നിട്ട് മാധ്യമങ്ങൾക്ക് പഴിയും. ഞങ്ങളെന്തോ വലിയ അപരാധം ചെയ്തു എന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഇന്നത്തെ ദേശാഭിമാനി ഒരുപക്ഷെ താങ്കൾ വായിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ ദേശാഭിമാനിയുടെ മുന്നിലേറ്റവും പ്രധാനപ്പെട്ട ലീഡിംഗ് വാർത്ത എന്ന് പറയുന്നത് കള്ളക്കഥയുമായി മാധ്യമങ്ങൾ എന്നാണ്. വാസ്തവത്തിൽ ഈ ദേശാഭിമാനി എന്ന് പറയുന്നത് തന്നെ ഈ രാജ്യത്തിന് അപമാനമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. വഞ്ചനയുടെ പത്രമാണ്, കള്ളത്തരത്തിൻ്റെയും കള്ളക്കഥയുടെയും പത്രമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ മുഖപത്രം, ഇന്നത്തെ മുഖവാർത്ത ആ പത്രത്തിൻ്റെ. ഇത് ഈ ഗവൺമെൻറ് വാസ്തവത്തിൽ പിണറായി വിജയന് പല പേരുകളുമുണ്ട്. പക്ഷേ ഈ ശവംതീനി പിണറായി വിജയൻ എന്ന് അദ്ദേഹത്തെ വിളിക്കേണ്ടി വരുന്നത് വല്ലാത്തൊരു ദുരവസ്ഥയാണ്. ശവക്കുഴി തോണ്ടാൻ 75,000 രൂപ കൊടുത്തത് എത്രയാ? 10,000 രൂപ. 10,000 രൂപ കൊടുത്തു, എസ്റ്റിമേറ്റും ആക്ച്വൽസും. അപ്പോൾ ഈ എസ്റ്റിമേറ്റും ആക്ച്വൽസും എന്ന് പറയുമ്പോൾ ഇപ്പം CPM-ൻ്റെ ആളുകൾ പറയുന്നത് ഇത് എസ്റ്റിമേറ്റ് ആണ്. നടന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ആവുക? എനിക്കതാ മനസ്സിലാകാത്തത്. ഇത് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത് 17-ാം തീയതിയാണ്. കഴിഞ്ഞ 6-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖ വെളിയിൽ വന്നത്. ഇത് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു. കോടതിയിൽ സമർപ്പിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ശവസംസ്കാരങ്ങളെല്ലാം കഴിഞ്ഞു. 359 ബോഡികൾ ശവസംസ്കരിച്ചു. ആ ബോഡികളുടെ ശവസംസ്കാരത്തിന് ഞാനിപ്പോൾ കണക്ക് നോക്കിയപ്പോൾ 75,000 അല്ല വരിക, 1,75,000 അവരുടെ കണക്ക് പ്രകാരം. കാരണം 212 ബോഡി മാത്രമേ അവർ ശവസംസ്കാരം നടത്തിയിട്ടുള്ളൂ. ബാക്കി 147 എണ്ണം നടത്തിയിട്ടുള്ളത് സന്നദ്ധ സംഘടനകളാണ്. ആ ശവസംസ്കാരം കഴിഞ്ഞു. ശവസംസ്കാരം കഴിഞ്ഞിട്ട് 359 എണ്ണം സംസ്കരിക്കാൻ ഇത്ര രൂപ എന്ന് പറയുമ്പോൾ 75,000 രൂപ ഒരു ബോഡിക്ക് എന്ന് പറയുമ്പോൾ ഇവർ കൊടുത്തത് എത്രയാ? 10,000. അപ്പം എന്തൊരു ദുരവസ്ഥയാണ്, എന്തൊരു വൃത്തികേടാണ്, എന്തൊരു തട്ടിപ്പാണ്, എന്തൊരു വഞ്ചനയാണ്, എന്തൊരു കള്ളത്തരമാണ് പിണറായി സർക്കാർ. വാസ്തവത്തിൽ നാണക്കേടിൻ്റെ പര്യായമാണ് ഒരു ഭരണകൂടം. ഞാൻ ഏറ്റവും വളരെ തരം താഴ്ന്ന രീതിയിൽ തന്നെ പറയേണ്ടി വരും. ശവശരീരം കാണിച്ച് കള്ളക്കണക്കെഴുതി നാണം കെട്ട ഒരു ഭരണകൂടം കേന്ദ്രത്തിൽ നിന്ന് പണം മേടിക്കാൻ നടത്തുന്ന ഈ തട്ടിപ്പിന് ഹേ നാണക്കേടേ എന്ന് ഉറക്കെ വിളിച്ചു പറയേണ്ടി വരില്ലേ? ഈ നാട്ടിലെ ജനങ്ങൾ കൊടുത്ത സൗജന്യ വസ്തുക്കൾ അത് കാണിച്ച് പണം പിടുങ്ങാൻ ശ്രമിക്കുന്ന ഈ വൃത്തികെട്ട ഭരണകൂടം, നെറുകെട്ട ഭരണകൂടം, നെറുകേടിന്റെ പര്യായമായ ഭരണകൂടം, ആ ഭരണകൂടമാണ് ഇത്ര വൃത്തികെട്ട. എന്നിട്ട് ന്യായീകരിക്കുക. അപ്പൊ ന്യായീകരിക്കുമ്പോ ഇവരെന്താ പറയണമെന്നറിയോ? കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ മെമ്മോറാണ്ടം സമർപ്പിച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന, കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാൻ
കളവ് പറയണോ? അതെ. നിങ്ങൾക്ക് ആക്ച്വൽസ് ആണോ വേണ്ടത്, അതോ പണമാണോ, കള്ളത്തരത്തിൽ പണമാണോ വേണ്ടത്? കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടണമെങ്കിൽ കളവ് പറയണോ? അപ്പോൾ ഒന്ന്, കേന്ദ്രത്തെ വഞ്ചിച്ചു. 2, നാട്ടിലെ ജനങ്ങളെ മുഴുവനും വഞ്ചിക്കുന്നു. 3, ഇത് വയനാട്ടുകാരെ വഞ്ചിപ്പിക്കാനുള്ളതാ. കാരണം എന്താ? കേന്ദ്രം പണം കൊടുക്കുന്നത് വയനാടിന്റെ വികസനത്തിനാണ്. അതിനകത്ത് എക്സ്പെൻഡിച്ചർ ഉണ്ട്. ബെയിലി പാലം പണിഞ്ഞത് സൈന്യം. ആ ബെയിലി പാലം പണിഞ്ഞ സൈന്യത്തിന്റെ അടിയിൽ കല്ലിട്ടു എന്നാ പറയണേ. നമ്മളൊക്കെ 24 മണിക്കൂറും നിങ്ങളെ പോലെയുള്ള ആളുകൾ, നമ്പ്യാരെ പോലെയുള്ള ആളുകളൊക്കെ ആ ബെയിലി പാലം പണിയുന്നത് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരുന്നു. അവിടെ ഒരു കല്ല് ഇവന്മാർ കൊണ്ടിട്ടതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പൊ ആ ബെയിലി പാലം പണിഞ്ഞപ്പോ അടിയിൽ കല്ലിട്ടതിന് 1 കോടി രൂപ. അവിടെ വെള്ളം, ഡ്രിങ്കിങ് വാട്ടർ, ഈ ഡ്രിങ്കിങ് വാട്ടർ ഇനി വേണ്ട, തിരിച്ചു കൊണ്ടുക്കോളൂ എന്നാണ് ഭരണകൂടം പറഞ്ഞത്. ആ വെള്ളത്തിന് 3 കോടി രൂപ സൗജന്യമാണ് കിട്ടുന്നത്. ഈ കിട്ടുന്നത് മുഴുവൻ സൗജന്യം. എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് അവിടെ ഭക്ഷണ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട 8 കോടി രൂപയാണ് എഴുതിയിരിക്കുന്നത്. അവിടെയുള്ള ഒറ്റ സന്നദ്ധ സംഘടന പ്രവർത്തകനും ഈ ഭക്ഷണം കിട്ടിയിട്ടില്ല. ഇനി 4000 പേരാണല്ലോ ക്യാമ്പിലുണ്ടായിരുന്നത്. അതിലെ ഏതാണ്ട് 1187 പേർ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പോയി. ഇവരുടെ കണക്ക് പ്രകാരം ഏതാണ്ട് 666 രൂപ ഒരു ദിവസം വെച്ച് ഒരു മാസം ഏതാണ്ട് 4000 അന്തേവാസികൾക്ക്, ഈ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് 20,000 രൂപയുടെ ഫുഡ് കൊടുത്തു എന്നാണ് പറയുന്നത് ഒരു മാസം. ഇത് ആരോടാണ് പറയുക? എന്നിട്ട് അവിടെ ആ നാട്ടിലെ സന്നദ്ധ സേവകർക്ക് കൊടുത്ത പണം അത് ഹെഡ് തിരിച്ചു വേറെ എഴുതിയിരിക്കുന്നു. ഇനി ഏറ്റവും രസകരമായ ഒരു കാര്യം എനിക്ക് ഭയങ്കര രസമായി തോന്നിയത്, ഈ എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ, അതായത് ഒരു കോട്ട്, ഒരു ബൂട്ട്, അതായത് ഒരു റെയിൻ കോട്ട്, ഒരു ബൂട്ട്, ഒരു ടോർച്ച്. ഇത് 5000 വളണ്ടിയേഴ്സ് വന്നു എന്നാ പറഞ്ഞേ. ഞാൻ സമ്മതിക്കുന്നു. ഈ 5000 വളണ്ടിയേഴ്സിന് ഒരു ടോർച്ചും എന്താ പറയാ, ഒരു ബൂട്ടും, ഒരു ടോർച്ച്, ഒരു കോട്ട്. അപ്പോ ഇത് കൊടുത്തതിന്, പിന്നെന്താ കൊടയും കൊടുത്തതിന് 15 കോടിയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 2.98 കോടി. 2.98 കോടി. ഈ 5000 പേർക്ക് ഒരു ടോർച്ചിന് എന്താ വില, ഒരു ബൂട്ടിന് എന്താ വില, ഒരു കോട്ടിന് എന്താ വില? അപ്പൊ വാസ്തവത്തിൽ ഇത് ആരെ പറ്റിക്കാനാണ്? കേന്ദ്ര ഗവൺമെന്റിനെ പറ്റിക്കാൻ. എന്നിട്ട് കേന്ദ്രത്തിൽ നിന്ന് കൊടുത്തതാണ്. ഇതൊക്കെ ഫ്രീ ആയിട്ട് അവിടെ എത്തിച്ചിട്ടുണ്ട്. റെയിൻകോട്ടും കൊടയും ടോർച്ചും എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അതെ, ഇതെല്ലാം മാത്രമല്ല, ഇത് മുഴുവൻ സൗജന്യം കൊടുത്തു എന്ന് മാത്രമല്ല, ഇനി അത് വേണ്ടാന്ന് ഇവർ പറഞ്ഞു. ഞാൻ ഇന്നലെ ഹോട്ടൽ ഉടമകളുമായി സംസാരിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ മുഴുവൻ ദിവസവും ഞങ്ങളാണ് കോമൺ അടുക്കള ഉണ്ടാക്കിയത്, സമൂഹ അടുക്കള ഉണ്ടാക്കിയത്, ഞങ്ങളാണ് ഭക്ഷണം കൊടുത്തത്. 10 നായ പൈസ മേടിച്ചിട്ടില്ല, 10 നായ പൈസ ചോദിച്ചിട്ടില്ല. പിന്നെ ഇവരെങ്ങനെ 8 കോടി എഴുതുക? ആർക്ക് വേണ്ടി കൊടുത്തതിന്? ഇനി വേറൊരു വിഷയം, സേവാഭാരതി 67 മൃതശരീരങ്ങൾ 67 സംസ്കരിച്ചു, മുസ്ലിം ലീഗ് സംസ്കരിച്ചു, CAA പള്ളി സംസ്കരിച്ചു. ഇവരാരും ഒരു നായ പൈസ